ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും ഓണാശംസകൾ. നമ്മളിന്ന് ഓണത്തിന് നമ്മുടെ തോട്ടത്തിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊന്ന് വിളവെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോട്ടയത്തെന്ന് പറയുന്നത് സ്ഥിരമായി തുടർച്ചയായി മഴ നിന്നതുകൊണ്ട് നമുക്ക് കാര്യമായ പച്ചക്കറി ചെടികളൊന്നും വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. കാരണം അതെല്ലാം ഇല അഴുകി തണ്ടഴുകി നഷ്ടപ്പെട്ടു പോകുമായിരുന്നേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളതൊന്ന് നമുക്ക് വിളവെടുത്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ പോരെ. അപ്പം നമുക്കിതേ കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുക്കാനുള്ളതേ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിളവെടുത്തോ, ഒരാൾ പാത്രവും പിടിച്ചു. ഉള്ളതെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പൂ വിറുത്തിട്ട് തുടങ്ങാവേ. 1-2 എണ്ണം എല്ലാം കൂടെ പറിക്കാൻ നമുക്ക് സങ്കടം തോന്നും. അപ്പോൾ കുറച്ച് പൂ മാത്രം ഇതിൽ നിന്ന് വിളവെടുക്കാവേ. ആദ്യത്തെ വിരിഞ്ഞ നല്ലോണം തുറന്ന പൂവില്ലേ, അത് മാത്രം നമുക്ക് എടുക്കണം. അത് കുറച്ച് താഴെ തണ്ട് വെച്ചിട്ട് ചേർത്തെടുക്കണേ. ഞാൻ കത്രികയും പാത്രവും എടുത്തോണ്ടിരാം. തീർച്ചയായിട്ടും പഴയ ഓണക്കാലം പൂക്കളമിടാത്ത ഒരു ഓണം ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ ഓണത്തിനും ഇച്ചിരി താത്ത് വെച്ചിട്ട് മുറിച്ചെടുക്കണം. നല്ലോണം വിടർന്ന പൂ മതിയേ. ശാലോടെ താത്തു. അങ്ങനെ എടുക്കാം. കണ്ടോ, നല്ല കിടുക്കാച്ചി നമ്മളിവിടെ കൊടുത്ത ബന്ദിയുടെ വിത്തായതേ. അത് കിളിപ്പിച്ചെടുത്തിരിക്കുന്ന നല്ല വലിപ്പമുള്ള പൂക്കളാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ തന്നെ മറ്റൊരു കളറും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എടുത്താൽ മതിയോ? വേണമെങ്കിൽ ഒന്നുകൂടെ നല്ലോണം തുറന്ന പൂ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ശാലം താത്ത് വെച്ചിട്ടെടുക്കണേ. അപ്പോൾ അവിടെ ശേഖരം പൊട്ടിക്കോളും. 2 ഈ പൂ പറിച്ചിട്ടുണ്ട്. ഇനി മറ്റേ കളർ എടുക്കാവേ. ഇതിലുണ്ടല്ലോ നല്ലോണം വിടർന്ന പൂ എടുക്കണേ. ഇതുണ്ട് ഇങ്ങോട്ട് പോയിരിക്കുന്നുണ്ടോ, ഇതെടുത്തു. അത് രണ്ടും വേണേ പറിച്ചെടുക്കാം. ഓരോന്നെടുക്ക്. മതി. ഇനി അത് ബാക്കി അവിടെ നിൽക്കട്ടെ. കണ്ടോ, നല്ല കിടുക്കാച്ചി പൂവല്ലേ. ഇനി ഇതേ ഈ സാലഡ് കുക്കുംബർ നമുക്ക് എടുക്കാം. ശിവൻ എടുത്തോ. ശിവൻ ബാ. ശിവ, നിന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് ചോദിച്ചില്ലേ ഈ ചെടിയുടെ ഈ പൂവിൻ്റെ പേരെന്നാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു ഇതിൻ്റെ പേരെന്നാ? അന്ന് ഇവൻ ഇത് തന്നെ ഡെയ്സി എന്ന് പറഞ്ഞു. അതാണ്. ആരാണ് ഡെയ്സി? അപ്പം അതാണ് ഇനി അറിയേണ്ടത്. അപ്പം അതെ ഇത് ഇവിടെ വെച്ച് മുറിച്ചേ. ഇവിടെ വെച്ച് മുറിച്ചേ. നിന്നെ കൊണ്ടൊക്കെ ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യിപ്പിക്കുവാ ഇവിടെ. അതെ, ഇതൊന്ന് മുറിച്ചേ. ഇത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വിളവെടുക്കാവേ. ബാ. ഇത് നമ്മുടെ സാധാരണ പഴുത്തതും കൂടി ഇങ്ങ് പറിച്ചു. അതും കൂടി ഇങ്ങ് പറിച്ചു. അത് വേണ്ട, അത് പറിക്കണ്ട. കുഞ്ഞാ, ഓണത്തിനെ കുറിച്ചുള്ളൊരു ഓർമ്മ പറഞ്ഞോ. നല്ല ഓർമ്മ. എനിക്ക് എല്ലാ തിരുവോണത്തിനും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഞങ്ങളൊരു 6 പേരുടെ ഒരു കമ്പനിയായിരുന്നു. അത് ഔസേപ്പ് ചിറ്റക്കാട്, പോൾ പി ടി, സതീഷ് കുമാർ, അനിൽ, സജീവ് എന്ന് പറയുന്ന 6 പേരുടെ കമ്പനിയായിരുന്നു. ഈ 6 പേരും കൂടെ തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു വാഴയില വെട്ടിയിട്ട് ചോറുണ്ടുമായിരുന്നു. ഒരു വീട്ടിൽ ചെല്ലുക, അവിടുത്തെ ചോറും കറിയും എല്ലാം ഉണ്ണുക. അടുത്ത വീട്ടിൽ പോവുക, അവിടുത്തെ ചോറും കറിയും എല്ലാം ഉണ്ണുക. അങ്ങനെ 6 വീട്ടിലും പോയി ഒരേ ഇലയിൽ നിന്ന് 6 പേരും കൂടി ചോറുണ്ടുകൊണ്ടിരുന്ന കുറച്ച് അധികകാലം നീണ്ടു നിന്ന ഒരു ഓണക്കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് വേറെ വേറെ കുടുംബമായപ്പോഴൊക്കെ നിന്നുപോയെങ്കിലും എല്ലാ തിരുവോണത്തിനും മനസ്സിൽ നിറയുന്നത് ആ ഓർമ്മകളാണ്. ഓക്കെ, ഇനി നമുക്കതേ ഈ ഒരു പാവയ്ക്കേണ്ട ഇതൊരു വേറെ ഇനമാണ്. നമ്മൾ ആദ്യം വിളവെടുത്തതെന്ന് പറയുന്നത് സാധാരണ ഇനം പാവലാണേ. ഇതിൻ്റെ പാവയ്ക്ക കണ്ടോ, ഇങ്ങനെ തന്നെയാണ്. ഇത് കണ്ടോ, കുഞ്ഞുങ്ങളുണ്ടാകുന്നത് കണ്ടോ. അതുപോലെ ഇവിടെ അതിനേക്കാൾ ഇത് കണ്ടോ, പുറകിലൊരു നൂല് പോലെ വരുന്ന കണ്ടോ. ഈ നൂല് പോലെ വരുന്ന പാവയ്ക്കയാണ് വളർന്ന് ഇതേപോലെയും പിന്നെ ഇതേപോലെയും എത്തുന്നത്. അവരൊരു ഉരുണ്ട ഷേപ്പിലേക്ക് വരത്തില്ല കേട്ടോ. അതൊക്കെ ഓരോ പാവയ്ക്കയുടെ ഇനത്തിൻ്റെ വ്യത്യാസമാണ്. ഇതെന്നാ ശിവ ഇത് ഈ ഉണ്ടായി കിടക്കുന്നേ? എന്ത് പയറ്? ഇതെന്നാ പയറാന്നറിയോ? ഇത് എന്താ ശിവൻ ആ പച്ചക്കറിയുടെയൊക്കെ ആ പരിചയം. ഇത് ബീൻസാ. ബീൻസുകൾ കണ്ടോ ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് വിളവെടുക്കാറുള്ളതായിട്ടില്ല. പക്ഷേ അവിടെ ഇവിടെയെല്ലാം നിറയെ ഉണ്ടാകുന്നുണ്ട്. ഒരു 2 ചുവട് ബീൻസ് ഉണ്ടേ മതി, ഇഷ്ടം പോലെ കിട്ടും. കുറേ നാളത്തേന് ഇട്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ,
ഇങ്ങനെ ഇഷ്ടം പോലെ എണ്ണം ചെറുത് അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്നത് അടതാപ്പാണേ. ഈ അടതാപ്പെന്ന് പറയുന്നതിന് പല പല ഔഷധ ഗുണങ്ങളുള്ളതാണ്. എല്ലിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ പല ആളുകളും ഇത് അരിഞ്ഞ് വെള്ളത്തിനകത്തിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളവും കുടിച്ച് അതിൻ്റെ അകത്തെ ഈ അടതാപ്പ് വെന്തതും തിന്നാറുണ്ട്. നല്ലതാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പലരും ഇവിടെ വന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്നത് അടതാപ്പാണേ. കണ്ടോ, ഇതേപോലെ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. നമുക്കൊരു വലുതായതിനകത്തുനിന്ന് 2-3 എണ്ണം നമ്മുടെ ഓണത്തിന് ആവശ്യമായ സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടതാപ്പിൻ്റെ കായകൾ നമുക്ക് പറിച്ചെടുക്കാവേ. ഇത് നല്ലതാണ്, ഇത് പറിച്ചു. അത് ഒരെണ്ണം, നമുക്കൊരു 3 എണ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ. വട്ടത്തിൽ കറക്കിക്കത് അത്രേ ഉള്ളൂ. ദേണ്ട അപ്പുറത്ത് കിടക്കുന്ന ഒരെണ്ണം അതോടെ ഇങ്ങനെ പറിച്ചെടുത്തേ. അല്ല അങ്ങോട്ട് പോകുമ്പോൾ അതുകൂടെ മതി. അപ്പോൾ നമ്മൾ 3 അടതാപ്പ് പറിച്ചെടുത്തിട്ടുണ്ടേ. മതി, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കണ്ടോ മുളകിന് നമ്മൾ ആ ടെക്നിക്ക് ചെയ്തപ്പം കണ്ടോ, പിന്നെ ഒരൊറ്റ മുളക് പോലും പോയിട്ടില്ല കേട്ടോ. ഇതാണെങ്കിൽ നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ആ ഒഴിച്ചതിൻ്റെ പിശുടൊക്കെ കൂടെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. പക്ഷേ പിന്നെ വെട്ടിക്കളഞ്ഞിട്ടില്ല. പുതിയ നാമ്പുകളും വരുന്നുണ്ട്. ശിവ, ഇതെന്നാന്നറിയോ നിനക്ക്? വാളമര. വാളമര. ഇത് ഒരെനം പയറാണ്. ഇത് ഒരെനം പയറാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാളമര മുഴുവനും ആ സ്ഥിരമായ മഴയത്ത് വെള്ളം വീണ് അഴുകി പോവുക ചെയ്തത്. അപ്പോൾ പിന്നെ പുതിയ പയറിനി തുടങ്ങുക. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സാധാരണ വള്ളിപ്പയറിനേക്കാൾ കട്ടിയുള്ള തണ്ടൊക്കെ ഉള്ളത് തന്നെയാണ് വാളമര. പക്ഷേ എന്നിട്ട് പോലും അഴുകിപ്പോയി. ആ ഇനം മഴയാണ് ഈ പ്രാവശ്യം കോട്ടയത്ത് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പ്രാവശ്യം ഇത്രയ്ക്ക് ഭയങ്കര ഒരു തുടർച്ചയായ മഴ കിട്ടിയില്ലെന്നാണ് പല ആൾക്കാരും പറയുന്നത്. കോട്ടയത്ത് തകർക്കുമായിരുന്നു. ഇത്തവണത്തെ നമ്മുടെ ഓണത്തിൻ്റെ അവിയലിനുള്ള പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ പടവലങ്ങ എന്ന് പറയുന്നത്. അതിപ്പോൾ ശിവൻ അവൻ്റെ കായ്ച്ചയുടെ ശല്യത്തിനാണ് നമ്മളിത് കെട്ടിയിട്ടത്. കണ്ടോ, ആ താഴത്തെ പാത്രത്തിൽ കണ്ടോ, അതിനകത്ത് കിടക്കുന്നുണ്ടോ? അതിനകത്ത് കായ്ച്ചകൾ ആ പാത്രത്തിനകത്ത് വീണ കൊണ്ടാണ് ഈ പടവലത്തിന് കാര്യമായ കുഴപ്പം പറ്റാതെ നമുക്ക് വിളവെടുക്കാനായിട്ട് ഈ പ്രാവശ്യം കിട്ടിയത്. പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം തന്നെ അതേ പുഴുക്കൾ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പടവലം കളഞ്ഞിട്ട് പുതിയ പടവലത്തിൻ്റെ തൈയാണ് നടുന്നത്. അപ്പം എന്ത് ചെയ്യാം, അതുകൂടി പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ അഴിച്ചെടുത്തോ. ഇങ്ങോട്ട് വരാം, വാ. ഓറഞ്ചാണോ ഇനി എടുക്കാൻ പോണേ? ഓറഞ്ച് എടുത്തു. പഴുത്തത് നോക്കി ഒരു 2-3 എണ്ണം പറിച്ചെടുത്തു കേട്ടോ. ഇതാ ഒരു പഴുത്ത ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പവും വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലോണം പഴുത്ത അത് മതി. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഓറഞ്ച്. അതെ, ഹൈലി ടേസ്റ്റി. മതി. ഇനി നമുക്കതേ നാരകത്തിൻ്റെ അവിടെ ചെന്ന് നോക്കാം. പൂവിട്ട് ഇത് കണ്ടോ, ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയിരിക്കുവാണ്. അതൊക്കെ കണ്ടോ, അതാ മഴ കഴിഞ്ഞൊരു 1-2 ദിവസം. ഇത് സീഡ്ലെസ്സാ. അവിടെ എവിടെയൊക്കെ കായുണ്ട് കേട്ടോ. അത് ഉണ്ടാ കിടക്കുന്നുണ്ടോ, ചെറുതായിട്ടല്ല. കണ്ടോ, നമുക്കിപ്പോൾ കറി വെക്കണമെങ്കിൽ അത് പറിച്ചെടുക്കാം. പക്ഷേ നമ്മളത് ഇന്ന് പറിക്കുന്നില്ല. ഈ കിടക്കുന്ന എന്നാ ശിവ? ഇതെന്നാന്നറിയോ ശിവ? മുട്ടപ്പഴം. അയ്യോ, ഇത് മറ്റേ ഇത് മറ്റേ അമ്പഴങ്ങയാണ്. അതിനകത്ത് വലുതായ അമ്പഴങ്ങ പറിച്ചു കൊടുത്തു എന്തിരുതേ അല്ല ശിവത്തെ? അയ്യോ, ഇതൊക്കെ കൊള്ളാവോ തിന്നാൻ? എൻ്റെ ഈ ശിവത്തെ ഇത് തിന്നാൻ കൊള്ളുന്ന സാധനമാണേ. ഇത് നമുക്ക് അച്ചാർ വെച്ചിട്ടോ പഴുത്ത് കഴിയുമ്പം പഴമായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന എന്നതാ അമ്പഴങ്ങ. ആനവായിൽ അമ്പഴങ്ങ. അത് തന്നെ. ഇനി നമുക്കതേ അവിടെ ചെന്നിട്ട് 1-2 ശിവ ആ വലിയൊരു കൊലയും കൂടി ഇങ്ങനെ എടുത്തുണ്ടോ? കത്രിയുണ്ട് അതിൻ്റെ കയ്യിൽ. ചോട്ടീന്ന് മുറിച്ചോ, ചോട്ടീന്ന്. അല്ല, മുകളിലെ പരിപാടി കഴിഞ്ഞോ? ഒടിച്ചെടുത്തോ, അല്ലെങ്കിൽ ടെറസിലെ പരിപാടി കഴിഞ്ഞോ? ഒടിച്ചെടുത്തോ. ആണ്ടേ, പെറുക്കിട്. ശിവദത്ത് നോക്കിയാൽ ഭയങ്കര ബലത്തിൽ അങ്ങോട്ട് ഒറ്റ ഓടിച്ചപ്പോൾ ഉണ്ടല്ലോ, നല്ല വിളഞ്ഞായ കൊണ്ട് അങ്ങനെ തെറിച്ച് പോയെന്നോ. ബാക്കി മൊത്തം പറിക്കൊണ്ടോ. ബാക്കിയും കൂടെ ഉണ്ട്. ഒരു അച്ചാറിനുള്ള ഉള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അമ്പഴങ്ങ അച്ചാറാണ് ഇപ്രാവശ്യം. സൂപ്പർ സ്പെഷ്യൽ.
വീഡിയോ ഇതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതേ. പക്ഷേ അമ്പഴങ്ങ പെറുക്കി എടുക്കുക. ഇനി ഉണ്ടോന്ന് നോക്കിയാൽ മോനെ അവിടെ. ഈ അമ്പഴങ്ങ പോലുള്ള ചെടി ടെറസിൽ വളർത്താനുള്ള ആ ഒരു ചേതോവികാരം എന്താണ്? അമ്പഴങ്ങ ഒരു പാത്രത്തിനകത്ത് വളരും. ഇത് പിന്നെ പണ്ട് കാലത്തെ ഒരുമാതിരി അമ്പഴങ്ങ അല്ല, പഴുത്ത നല്ല മധുരം വരുന്ന നാരുകളില്ലാത്ത നല്ല അമ്പഴമാണ്. ശിവ ഇതുപോലെ പാകമായതുകൊണ്ട് അവിടെ നിന്ന് വേറെ പറിച്ചോണ്ടോ. ഈ അമ്പഴം എത്ര വർഷമായതാ? അമ്പഴം ഒരു 1.5 കൊല്ലമായി. എടാ ഇങ്ങോട്ട് പോയിരിക്കുന്നൊരു കമ്പ് കാണുന്നുണ്ടല്ലോ, നമ്മുടെ തക്കാളി കണ്ടോ. ഈ പ്രാവശ്യം ഈ മഴയ്ക്ക് ശേഷം വെച്ചിട്ട് അതുപോലെ നോക്കി വളർത്തിക്കൊണ്ട് വന്നപ്പം ഇത് ഇവിടം വരെ ആയിട്ടുള്ളൂ കേട്ടോ. പഴുത്ത തക്കാളി നമുക്ക് കിട്ടാനില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള തക്കാളിയാണ് നാളുകളായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കും വലിപ്പമുള്ള വിളഞ്ഞ ഒരു 2 തക്കാളി മതി ശരിക്കും പറഞ്ഞാൽ സാമ്പാറിനകത്തിടാൻ. ആ ഒരു 2 തക്കാളി ആരാ പറിച്ചെടുക്കുന്നത്? ശിവനാണോ അച്ഛനാണോ? ഉള്ളത് ഈ വലുത് നോക്കിയിട്ട് എടുക്കണേ. നോക്കിയിട്ടെടുത്തു. അത് നോക്കാനില്ല, അതിനകത്ത് വേറെ എവിടെയൊക്കെയോ വലിപ്പമുള്ളതുണ്ട്. വലിപ്പമുള്ള ഒരു 2 തക്കാളി അത് മതി. പിന്നെ ദേ നമ്മുടെ കുരുമുളക് കിടക്കുന്നുണ്ടോ. നമ്മുടെ കുരുമുളക് ദേ കുറ്റിക്കുരുമുളകാണ്. ശരിക്കും പറഞ്ഞാൽ അത് ദേ വള്ളിയായിട്ട് മേളിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് മത്തി മേടിച്ചിരുന്നു. ഈ പച്ചമുളക് പച്ച കുരുമുളക് അരച്ച് ഓണത്തിന്. ഷോ ശിവ, നമുക്കൊരു ഇഞ്ചി പറിക്കാനുണ്ടേ. ഇഞ്ചി പറിക്കാൻ നീ അവിടെ നിന്ന് ഒരു കൊട്ട എടുത്തിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തിരിക്കുന്ന ഇഞ്ചി, എനിക്ക് തോന്നുന്നു അതത്ര വിളവായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഇഞ്ചി തന്നെ നമുക്ക് വിളവെടുക്കാമല്ലോ ഈ ഓണത്തിന് വേണ്ടി. അപ്പം നമുക്കതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെ തിരിച്ച് അതേപടി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ വയ്ക്കാം. അതെടുത്തിട്ട് നമുക്ക് വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കിത് ഈ കൊട്ടയ്ക്കകത്തോട്ട് അതിനെ അങ്ങ് മറിച്ചിട്ടാൽ മതി. മൊത്തത്തിൽ മറിച്ചു കുനിച്ചു വെച്ചു. അപ്പോൾ ഇറങ്ങി വരും അതിൽ നിന്ന്. താഴോട്ട് വെക്കണോ കൊട്ട? പാത്രം പൊക്കി എഴുതി. എന്നാൽ അയ്യോ അതവിടെ വെച്ചിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്തേ, അടിയിൽ ഇതാണ് പണി. ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. എന്നാൽ ഇളക്കടാ. ഇത് ശിവത്തിനെ കൊണ്ട് ഇന്ദ്രിയത്തിനെ കൊണ്ട് തന്നെ അതിൻ്റെ മണ്ണ് നമുക്ക് കുത്തി പൊട്ടിക്കാം. കറിക്കത്തി വേണമെന്നില്ല, കാരണം ഇഞ്ചി ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവും. പാത്രത്തിൽ മാത്രമേ വീഴാവുള്ളേ, അല്ലെ തറയിൽ നിന്ന് പിന്നെ അടിച്ചു വാരിയൊക്കെ എടുക്കണേ വലിയ പാടാ. പതുക്കെ പതുക്കെ. അതെ ഇങ്ങോട്ട് ഇതല്ലേ ഇട. കാണുന്നില്ലല്ലോ. നോക്കാം, ഉണ്ടേലെടുക്കാം. പിടിക്കുകയല്ലെന്ന് ഞാൻ വിചാരിച്ചു അതിനകത്ത്. തിരിച്ചിടി നീ. ദേ കണ്ടോ, കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അങ്ങ് നട്ടു വെക്കാം. നല്ല കഷ്ണങ്ങൾ ഇത് ഇതുപോലെ വരുന്ന കഷ്ണങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. അടിയിലടിയിലോട്ട് പോയിരിക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇതൊരു കപ്പിനകത്തോ പാത്രത്തിലോട്ട് കഴുകിയിട്ടെടുക്കാം. തീരെ ചെറിയ തൈകൾ കണ്ടോ, ദേ ഇതുപോലെ വരുന്ന തൈകളെ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്കിതങ്ങ് വീണ്ടും നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിൽ നിന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ഒരു 5 കിലോ ഇഞ്ചി ഇതിനെ ഇതുപോലെ നട്ടിട്ട് വിളവെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു സിംഗിൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കണേ. അതെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് ഇഞ്ചി നമുക്ക് എടുക്കാവേ. ഇത് ഞാൻ ഇതുപോലത്തെ പുല്ല് പറിച്ച് അഴുകാനായിട്ട് ഇട്ടിരിക്കുന്ന വളമായിട്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഉണ്ട് കേട്ടോ. കുറച്ച് ഇഞ്ചി നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടിയാൽ മതി ശരിക്കും പറഞ്ഞാൽ. എല്ലാം എടുക്കണ്ട മോനെ, വേണ്ട, എല്ലാം കുറച്ചുകൂടെ നട്ടു വെക്കാം. കുറച്ച് നമുക്കിവിടെ തിരിച്ച് നട്ടു വെക്കാം. ഇതിനകത്ത് വലുതായിരിക്കുന്ന ഇഞ്ചി കണ്ടോ, അത് നമ്മളങ്ങ് ഒടിച്ചെടുത്തിട്ട് ഈ കുഞ്ഞു സാധനത്തിനെ ഇനി വീണ്ടും കുഴിച്ചു വെച്ചാൽ മതി. അവർ വീണ്ടും നല്ല ഇഞ്ചിയായിട്ട് അങ്ങ് വളർന്നോളും. ഇതിൻ്റെ അടിയിലോട്ട് വന്നിരിക്കുന്ന വലിയ കഷ്ണം കണ്ടോ, ഇത് നമ്മളങ്ങ് ഒടിച്ചെടുക്കും. ചൂട് നമുക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇപ്പം എടുത്തിട്ട മണ്ണ് തന്നെ തിരിച്ചിട്ടിട്ട് അതിനകത്തോട്ട് തന്നെ വെച്ചാൽ മതി, വീണ്ടും ഉണ്ടായിക്കോളും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടിയില്ലേ. ഒരു ഗ്രോ ബാഗിനകത്തോ അരിച്ചാക്കിനകത്തോ ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു
ഇഞ്ചി കഷ്ണം നമ്മുടെ അടുക്കളയിലൊക്കെ കിടന്ന ആവശ്യത്തിന് കറിക്കൊക്കെ എടുത്തിരിക്കുന്ന ഇഞ്ചി മുളച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെച്ചാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഏത് സമയത്തും, ഇപ്പോൾ ഓണം എന്നല്ല, ഏത് സമയത്ത് നമുക്ക് നോക്കിയാലും കിട്ടും. കണ്ട, അത്യാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇഞ്ചി ഇതേ തിരിച്ച് നടാനുള്ള വിത്തും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഇഞ്ചിയായിട്ട് അവർ വളർന്നോളും. മുഴുവനായോ? കിട്ടിയല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി. ഇത് മതി. കിട്ടിയേരെ. വേറെ ഉണ്ടോ നോക്കി. മറിഞ്ഞു പോരുത് കോട്ടയെ, അല്ലെ പിന്നെ പണിയാണ് അത് ഇവിടുന്ന് വാരിയെടുക്കണമെങ്കിൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണ്. അതാ മണ്ണെടുത്ത് താഴെ വെച്ചോ കേട്ടോ. എവിടെയെങ്കിലും വെച്ചോ. ഇത് കഴിക്കൊണ്ട് വരാം. വാ, കണ്ടോ, കഴുകി കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള ഇഞ്ചി നമുക്ക് കിട്ടുവേ. മണ്ണിനകത്താണല്ലോ ഇതുണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ ഇതേ മണ്ണ് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി, നമ്മുടെ ആവശ്യത്തിനല്ല, അതിൽ കൂടുതലായത്. ആർക്കെങ്കിലും ഇഞ്ചി വേണോ? ആർക്കെങ്കിലും ഇഞ്ചി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇഞ്ചിക്കറിയൊക്കെ വെച്ചായിരുന്നു. നല്ല എളുപ്പത്തിൽ കിടിലൻ ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അധികം പേരാരും കണ്ടിട്ടില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അത് കണ്ടു നോക്കി ഒരു പ്രാവശ്യം അതേപോലെ നമ്മൾ ഇഞ്ചിക്കറി വെച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ അതുപോലെ മാത്രമേ ഇഞ്ചിക്കറി വെക്കത്തുള്ളൂ. കണ്ടോ, നല്ല കിടുക്കാച്ചി ഇഞ്ചി കിട്ടിയില്ലേ. ഇപ്പം ഇഞ്ചിക്ക് എന്നാ വില അറിയാവോ? 200 രൂപയാണ്. അപ്പോൾ ഒരു 100 രൂപയ്ക്കുള്ള ഇഞ്ചി നമുക്ക് കിട്ടുകയും ചെയ്തു. രാസവളമൊന്നും ഇടാത്ത, കീടനാശിനിയൊന്നും അടിക്കാത്ത നല്ല കിടുക്കാച്ചി ഇഞ്ചി നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്ത് ഉപയോഗിക്കുമ്പം അതിനൊരു പ്രത്യേക സന്തോഷം കേട്ടോ. അപ്പം അതെ കണ്ടോ, ഇത്ര ഇഞ്ചിയും കിട്ടി. ശിവ, നീ ഇതൊന്ന് തുറന്നു നോക്കി. എന്നാന്ന് ഇതെന്നതാ? എന്തൊരു സാധനം? അത് പയറിൻ്റെ വിത്താ. പയറൊന്നുമല്ല, ഒരു സാധനം. അത് കിളുത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നമ്മുടെ വിത്തുകൾ ഇങ്ങനെ മുളച്ച് വരുമ്പോഴേ, ഞാനിത് മൂടി വെക്കുന്നതെന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് മഴ വീണ് ചീഞ്ഞു പോകാതിരിക്കാനും എലിയുടെ ശല്യം വരാതിരിക്കാനൊക്കെയാണേ. പക്ഷേ മുളച്ച് വരുമ്പോൾ ഇതേപോലത്തെ കളറായിരിക്കും, ചെറിയൊരു മഞ്ഞ നിറവേ. അപ്പോൾ നമ്മളിത് മൂടി തന്നെ വെക്കുവാണെങ്കിൽ അതേ മഞ്ഞ നിറത്തിൽ തന്നെ അവർ വീണ്ടും വളർന്ന് പൊങ്ങി വരും. അപ്പം നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരണമെങ്കിൽ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടണം. അപ്പോൾ ഇതുപോലെ വിത്ത് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മൂടി അങ്ങ് മാറ്റി ഇതേപോലെ വെച്ചിരുന്നാൽ മതി. ഇനി ഇവരിവിടെ ഇരുന്ന് ആരോഗ്യത്തോടെ വളരും. ഇനി എൻ്റെ അടുത്ത് നമ്മുടെ തോട്ടത്തിൽ എലിയുടെ ശല്യമുള്ളതുകൊണ്ട് ഞാൻ വൈകിട്ട് ഈ 4 എണ്ണത്തിനെ എടുത്ത് ബക്കറ്റ് വെച്ചിട്ട് മൂടി വെക്കും. ഒരു പറിച്ച് മാറ്റി വെക്കാനുള്ള അത്ര. അതായത് ഈ വിത്ത് മുളയ്ക്കുമ്പോൾ അതിനെനിക്ക് തോന്നുന്ന എന്തോ ഒരു നല്ല മധുരത്തിൻ്റെ മണമോ അങ്ങനെ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ എലികളൊക്കെ ഇത് വന്നിട്ട് എടുക്കാൻ വരുന്നത്. അതേപോലെ തന്നെ ഇതേ വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, ഇതേപോലെ വരും. അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് ഇതിനകത്തൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, മുളച്ച് വരുന്നുണ്ടോ? കണ്ടോ കണ്ടോ, എന്നാ ഇത്? മത്തയുടെ ആയതുകൊണ്ട് ഇത്രയും വലിപ്പത്തിലുള്ള ഇത് വരുന്നത് കണ്ടോ. പയറിന് ഇത്രയും വലിപ്പത്തിൽ വരത്തില്ല. നേരാ ഇവിടുന്ന്. ഇത് കഴിഞ്ഞ ദിവസം നമ്മളെ കാണിച്ച ബട്ടർനട്ടാണേ. ഈ ബട്ടർനട്ടിന് എന്നത്തിൻ്റെ രുചിയാണെന്നറിയോ? ബട്ടർനട്ടിന് എന്നത്തിൻ്റെ രുചിയാണ് ബട്ടർനട്ടിന്? മത്തനാ. ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാം, കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്നോടൊരാൾ ചോദിക്കുന്നതാണ്, ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കഴിഞ്ഞ ദിവസം. ഇത് കഴിച്ച് കാണിക്കാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഏതവസരത്തിലും ഇത് ഇച്ചിരി നല്ലോണം വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ ചെന്നാൽ ഈ കളറിലാണ് കിട്ടുന്നത്. നമ്മൾ ഇവിടുന്ന് മുറിച്ചെടുക്കുമ്പം ചെറിയൊരു പച്ച നിറമാണേ. ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ കളറിലേക്ക് അത് മാറുന്നത്, നല്ലോണം വിളഞ്ഞ് കഴിയുമ്പം. അപ്പം ഇതേപോലെയുള്ള ബട്ടർനട്ട് ചെടിയാണ് ഇത് കണ്ടോ. കണ്ടോ, ബട്ടർനട്ടിൻ്റെ ചെടിയാണ്. അതേ കായ ഉണ്ടായി തുടങ്ങുന്നത് കണ്ടോ. ഇത് കണ്ടോ ശിവ, ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ. ഇതേ ഷേപ്പിൽ തന്നെ കുഞ്ഞത്. ഈ പൂ വിരിഞ്ഞാൽ ഇത് കായായിട്ട് മാറും. അതേപോലെ ഇത് കണ്ടോ. അങ്ങനെ ഇതിൽ വളരെ ചെറുപ്പത്തിലെ ഉണ്ടായി തുടങ്ങുന്ന നല്ലൊരു ചെടിയാണ് ബട്ടർനട്ട് എന്ന് പറയുന്നത്. മത്തയുടെ ഉപയോഗത്തിനും കൊള്ളാം,
അതുപോലെ തോരൻ വെക്കാനും കൊള്ളാം, സാമ്പാറിലിടാനും കൊള്ളാം. നല്ല ഉപയോഗമുള്ളതും ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായി കിട്ടുന്നതുമാണ്. നമ്മൾ ഒറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി, ഇതിൻ്റെ ഇലകളിൽ കീടങ്ങൾ പിടിക്കാതിരിക്കാൻ നോക്കുക. മത്തൻ വണ്ടിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണ് ബട്ടർനട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കീടശല്യം ഒഴിവാക്കുക എന്നുള്ളത് വളമൊന്നും അവർക്ക് പ്രശ്നമല്ല. തുടരെ ഓരോ മുട്ടിന് കായ്കൾ ഉണ്ടാകുന്ന ഒരു നല്ല ചെടിയാണ് ബട്ടർനട്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വിളവെടുത്തിട്ടുണ്ട്. എന്നാക്കിയാണെന്നറിയാമോ ശിവന്? പറഞ്ഞോ. പടവലങ്ങ, എയർ പൊട്ടറ്റോ, തക്കാളി. പതുക്കെ പറ, ഒന്നുകൂടെ പറ. എയർ പൊട്ടറ്റോ, തക്കാളി. ഓണത്തിന് പച്ച മലയാളം പറയേണ്ടത് എയർ പൊട്ടറ്റോ. പറഞ്ഞോ, വിട്ടോ. വായു ഉരുളക്കിഴങ്ങ, പടവലങ്ങ, പാവയ്ക്ക, സാലഡ് കുക്കുംബർ. അതിന്റെ മലയാളം തന്നെ വെള്ളരിക്ക. സാലഡ് വെള്ളരി. സാലഡിന്റെ മലയാളം എന്താ? സാലഡിന് മലയാളം ഇല്ല. പിന്നെ അമ്പഴങ്ങ, പിന്നെ ഓറഞ്ച്. കണ്ടോ, നമുക്ക് ഒരു കറി വെക്കാനുള്ള, ഒരു കറിയല്ല ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടി. ഇനി നമുക്ക് താഴെ പോയി ഒരു ചേനയും പറിക്കണം, അതുപോലെ ഒരു ചൂട് കപ്പയും കൂടെ പറിക്കണം. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പൂക്കളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഓണത്തിന് വേണ്ടിയവർ ഫലനോസിസ് കണ്ടോ, എല്ലാവരും പൂത്ത് നിൽക്കുവാണേ. കണ്ടോ, ഈ പൂ കണ്ടോ, നല്ല വലിപ്പമുണ്ട്, നല്ല കളറുമാണ്. കണ്ടോ, ഞാനതിനകത്തൊരു 2 തണ്ടിനെ പിടിച്ചങ്ങോട്ട് ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ഇതിനെ കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് പിടിച്ച് കെട്ടി നിർത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ പൂക്കളുടെ കനവും ഈ തണ്ടിൻ്റെ നീളവും കാരണം അവരൊടിഞ്ഞു പോകും. അതാണ് ഈ ഫലനോപ്സിസിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. ഇത് ഒരിനം കാറ്റ്ലിയ കേട്ടോ, കാറ്റ്ലിയയുടെയാണ്. പക്ഷേ നിറയെ പൂക്കളുണ്ടാകും. പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവിടെ ഇവിടെ എല്ലാം. ഇതൊക്കെ ഈ കമ്പുകളെല്ലാം തന്നെ പൂക്കളുണ്ടായി പോയ കമ്പുകളാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരെണ്ണം. പക്ഷേ ഇതിനേക്കാൾ നല്ലൊരു അകത്തിങ്ങനെ വട്ടം കളർ വരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അതെനിക്ക് ഫലനോസിസ് നഷ്ടമായോ എന്നറിയത്തില്ല. 1-2 എണ്ണം കൂടെ പൂ വിരിയാനുണ്ട്. അത് വന്നില്ലെങ്കിൽ, അത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു 1-2 എണ്ണം എനിക്ക് വാങ്ങിച്ച് വെക്കണം. ഇത് കണ്ടോ, ഈ പൂ കണ്ടോ, അതൊരു മഞ്ഞക്കകത്ത് നിറയെ എന്തൊക്കെയോ ഒരു വര പോലെയൊക്കെ ഉള്ളതാണ്. ഇത് വേറൊരെണ്ണം കണ്ടോ, ഇങ്ങനെ തണ്ട് നീണ്ടു, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇല്ലേ, അതുപോലെയുള്ള ഒരു രീതിയാണ് ഈ ഓർക്കിഡിന് കാണുന്നത്. കണ്ടോ, ഇത് വീണ്ടും കാറ്റ്ലിയാണ്. നല്ല വിരിയുന്ന ഒരു സമയത്ത് കണ്ടോ, ഇതുപോലെ വയലറ്റാണ്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, കൂടുതൽ പൂക്കളും ഈ ഓർക്കിഡുകളിൽ ഫലനോപ്സിസിന് വ്യത്യാസപ്പെട്ട് കാണുന്നുണ്ട്. ഓർക്കിഡുകൾക്ക് മിക്കവാറും ഇതേപോലത്തെ വയലറ്റ്, ഇതേപോലത്തെ കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് കൂടുതലും ഉണ്ടാകുന്നത്. കണ്ടോ, ഈ പൂവിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ, കുറേ ദിവസങ്ങളായി, ഒരു 3 മാസം വരെയൊക്കെ നിൽക്കുന്നവരാണ് ഫലനോപ്സിസിൻ്റെ പൂക്കളെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മളൊരു മഞ്ഞ കണ്ടില്ലേ, അതിൻ്റെ തന്നെ പർപ്പിൾ ഷെയ്ഡാണിത്. കണ്ടോ, ഇതിനകത്തെ വര നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതും ആ മഞ്ഞയ്ക്കകത്തെ വരയും ഏകദേശം ഒരേപോലെയാണ്. കളറിനാണ് വ്യത്യാസമുള്ളത്. ഇത് കണ്ടോ, ഇത് വെള്ളപ്പൂവാണ്, നല്ല വലിപ്പമുള്ള പൂക്കളാണ്. പക്ഷേ അതിനകത്ത് കണ്ടോ മഞ്ഞയാ ഷെയ്ഡ്, വൈറ്റിനകത്ത് മഞ്ഞയാണ്. അതേസമയം ഇത് കണ്ടോ, ഇത് വൈറ്റിനകത്ത് മജന്തയാണ്. അതിൻ്റെ കൂടി ഇത് 2 ചുവട് ഫലനോപ്സിസ് ഒരുമിച്ച് നിൽക്കുന്നതാണേ. ഇതേ കണ്ടോ, 2 ഷെയ്ഡാണ്. ഒന്ന് ഈ പിങ്ക് ചേർന്നതും ഒന്ന് വൈറ്റും. ഇനി അപ്പുറത്തേക്ക് ഒരു 1, 2, 3, 4 ചെടികൾ പൂവിടാനുണ്ട്. പൂവിട്ടാലേ നമുക്ക് അതിൻ്റെ കളർ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പൂക്കളായതിനു ശേഷം കാണിക്കാം. ഞാൻ കുറച്ച് ഡെൻഡ്രോബിയം അപ്പുറത്തെ സൈഡിലുണ്ട്, അതും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഇത് കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ ഓർക്കിഡാണേ. ഇത് സാധാരണ കാണുന്ന ഡെൻഡ്രോബിയം പൂക്കളുടെ ഒരു ഷേപ്പല്ല. ഇത് കാണുമ്പോൾ അറിയാം കണ്ടോ, ഒരു പിച്ചിപ്പൂവിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള ഒരു ഡെൻഡ്രോബിയം, പേരൊന്നും എനിക്കറിയില്ല, മറന്നുപോയി. ഇത് പിന്നെ കണ്ടോ, വൈറ്റ് ചേർന്നതാണെങ്കിലും അതിനകത്തൊരു പർപ്പിൾ കളറുണ്ട്. മിക്കവാറും ഉള്ളതിനെല്ലാം പർപ്പിൾ ഷെയ്ഡ് ചേർന്നതായിരിക്കും. ഇത് കണ്ടോ, ഒരു കൊലപ്പൂവ് വിരിയാനുള്ളതാണ്. ഇതേ റാബിറ്റിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, മുയൽ, ഇവിടെ നിൽക്കുന്നുണ്ടോ, അതിൻ്റെ പൂക്കളൊക്കെ തീർന്നാ. ഇതുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. ഈ ഷെയ്ഡിലല്ലാത്ത വേറൊരു ഷെയ്ഡിലുള്ള റാബിറ്റിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല വലിപ്പമുള്ള ഇനം വേറൊരു ഡെൻഡ്രോബിയമാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇത്. കണ്ടോ, പിന്നെ ഇവിടെ നിൽക്കുന്നതെല്ലാം തന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇത് കണ്ടോ, ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കണ്ടോ, ഇതേപോലത്തെ ഇതൊറ്റ നിറത്തിലുള്ള ചെറിയ വെറൈറ്റിയാണ്, ഡ്വാർഫ് വെറൈറ്റി എന്ന് പറയും. ആ ഡ്വാർഫ് തന്നെയാണ് ഈ നിൽക്കുന്നതൊക്കെ. കണ്ടോ, ഇതെല്ലാം ഡ്വാർഫാണ്, പക്ഷേ കളറിന് വ്യത്യാസമുണ്ട്. ഇത് മഞ്ഞ ചേർന്നതാണ്,
ഇതതിന് പകരം പർപ്പിളും വൈറ്റും കൂടെ ചേർന്നതാണ്. ഇതിൻ്റെ തന്നെയാണ് ഇത് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ ഡാൻസിങ് ലേഡി, സാധാരണ ഡാൻസിങ് ലേഡിയുടെ ടൈപ്പാണിത്. പിന്നെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ വിരിയാനായി വന്നിട്ടുണ്ട്. അതുപോലെ ദേ ഇതും ഒരു ഗ്രൗണ്ടാണേ, പക്ഷേ വേറെ ഇനമാണ്, കണ്ടോ. അതുപോലെ ദേ ഇത് കണ്ടോ, ഇതൊരു പ്രത്യേക ഇനം ഡെൻഡ്രോബിയം, നല്ല വൈറ്റാണ്, വലിപ്പമുള്ള. നമ്മൾ മുമ്പേ കണ്ടതുപോലത്തെ വൈറ്റ് അല്ല. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഷേപ്പിന് വ്യത്യാസമുണ്ട്. അതുപോലെ ദേ ഇത് നമ്മുടെ ഡവ് ഓർക്കിഡാണേ. ഡവ് ഓർക്കിഡിൻ്റെ പ്രത്യേകത നല്ല മണമുള്ള പൂക്കളാണ്. അതുപോലെ ഈ സ്പൈക്ക് കണ്ടോ, ഈ സ്പൈക്ക് കയറി വരുന്നതിനനുസരിച്ച് നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായി തീർന്ന ഒരു സ്പൈക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ദേ നമ്മുടെ പൂക്കളുടെ എല്ലാം തീർന്ന് ഈ ഒരു സൈഡ് വരെ വന്നപ്പം പിന്നെ മൊട്ടുകളൊക്കെ വിരിയാൻ അതേ ഒരെണ്ണം വിരിയുന്നുണ്ടോ, നല്ല തത്ത പച്ച കളറും പർപ്പിളും കൂടെ ചേരുന്ന നല്ല സൂപ്പർ പൂവാണ്. പക്ഷെ അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഡെൻഡ്രോബിയം ചെടികളുടെ പൂക്കളും ഫലനോപ്സിസിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഹാപ്പി ഓണം. ശിവ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ആ